ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ബൈ നമി. കഴിഞ്ഞ ദിവസത്തെ വടകര യാത്രയൊക്കെ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇന്നും നമ്മളൊരു യാത്ര പോവുകയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോട്ടേക്ക്. അതിനു മുമ്പൊരു കാര്യം, പുതുക്കി പണിത റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ആ ചുമർചിത്രങ്ങളൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ? കേരളത്തിന്റെ തനത് സംസ്കാരമൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്. എന്തായാലും റെയിൽവേ സ്റ്റേഷന്റെ അകവും പുറവും ഒരുപോലെ ഭംഗിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എന്തൊരു ചൂടാ അല്ലേ? കുടിക്കാനുള്ള ഒരു കുപ്പി വെള്ളവും വാങ്ങി ഞങ്ങൾ നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. എന്തൊരു വലിയ സ്റ്റെപ്പാ! നടന്നിട്ടും എത്തുന്നില്ല. അതിനിടയിൽ കൂടി ഞാൻ കുറച്ച് ആക്ഷനൊക്കെ ആയിട്ട് കുറച്ച് തള്ളു കഥകൾ കൂടി അനിയത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു. സ്റ്റേഷൻ 6:45 ട്രെയിൻ കയറുന്നു, 8 മണിയാകുമ്പോഴേക്കും കാഞ്ഞങ്ങാട് എത്തുന്നു, അതിനുശേഷം അവിടെയൊക്കെ ഒന്ന് കറങ്ങുന്നു, അങ്ങനെ. എന്നാ ഇന്ത്യൻ റെയിൽവേ കാര്യങ്ങളൊക്കെ തകിടം മറിച്ചു. 7:45 കഴിഞ്ഞു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താൻ. 8 മണിക്ക് കാഞ്ഞങ്ങാട് എത്തേണ്ട ഞങ്ങളാണ് ഇപ്പോഴും ഈ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോണുള്ളത് കൊണ്ട് തന്നെ അനിയത്തിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. ആള് റീൽസ് ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ട്രെയിനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് ട്രെയിനിലിരുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്ത ശേഷം ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു മറ്റുള്ള സ്റ്റേഷനുകൾ ഓരോന്നായി ട്രെയിൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10 മണി അടുപ്പിച്ചായിരുന്നേ ഞങ്ങൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നേരെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുറത്തെത്തുമ്പോഴേക്കും ഞങ്ങളെ കാത്ത ഒരാള് നിൽപ്പുണ്ടേ. അത് ആരാന്നല്ലേ, മറ്റാരുമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ആളൊരു പ്രൊഫസറും സോഷ്യൽ വർക്കറും ഒക്കെയാണ്. ആളൊരു കാസർഗോട്ടുകാരനാണേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുക്കും മൂലയൊക്കെ ആൾക്ക് നല്ല പരിചയമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നതും ഈ ആളുടെ വീട്ടിൽ തന്നെയാണ്. ബാഗൊക്കെ നേരെ ഡിക്കിയിലേക്ക് വെച്ച് കാറിലേക്ക് കയറി ബാക്കി കത്തിയടി കാറിൽ നിന്നാക്കി. യൂട്യൂബ് തുടങ്ങിയ കാര്യവും കാണാനുള്ള ഭംഗിയുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞുകൊണ്ടും ആള് ഞങ്ങളെ കൊണ്ടുപോയത് ഈ കാണുന്ന ഹോട്ടലിലേക്കാണ്. ബേക്കലിനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നേ ഞങ്ങളെ ആള് കൂട്ടിക്കൊണ്ടുപോയത്. LED ലൈറ്റിന്റെ ഒരു ബഹളം തന്നെ ഉണ്ടായിരുന്നു അവിടെ മൊത്തം. എന്ത് ഭംഗിയാലേ! കപ്പലിന്റെ മാതൃകയിലായിരുന്നേ ഈ ഹോട്ടൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മുകളിലും താഴെയുമായി അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് തന്നെ ഉണ്ടായിരുന്നു ഹോട്ടലിനുള്ളില്. ഹോട്ടലിനുള്ളിലേക്ക് നടന്ന് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് മുകളിലേക്കായിരുന്നേ. ഇവിടെയും ഉണ്ടായിരുന്നു LED ബൾബുകൾ. അതുകൊണ്ട് തന്നെ അല്പം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ ചുമ്മാ സൊറ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഓർഡർ ചെയ്ത ഭക്ഷണം ഇങ്ങെത്തി. കാസർഗോട്ടുകാരുടെ സ്പെഷ്യൽ നീർദോശയും നെയ്പ്പത്തലും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കൂടെ കുടിക്കാനായി ലൈൻ ടീയുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീർദോശയും നെയ്പ്പത്തലും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് ഫുഡ് അത്രക്കേ ഉള്ളൂ. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു തുള്ളി പോലും ഞങ്ങൾ ബാക്കി വെച്ചില്ല. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചത് ഈ കാണുന്ന ഐറ്റംസ് ആണേ. എന്തോരം വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, പപ്പായ, കൈതച്ചക്ക, കക്കിരി, മാങ്ങ, തണ്ണിമത്തൻ തുടങ്ങിയ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഉപ്പിലിട്ടത് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പൊ പിന്നെ കഴിക്കുന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇത് കണ്ടപ്പോ തന്നെ നിങ്ങളുടെ ഒക്കെ നാവില് വെള്ളം ഊറിയില്ലേ? അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമേ. ഇഷ്ടായ കൂടെ കൂടാൻ മറക്കണ്ട.